ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ എ ലൈൻ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രോക്കിൽ നിന്ന് എങ്ങനെ അളവെടുക്കേണ്ടി, എങ്ങനെയാണ് മെഷർമെൻറ്റുകൾ, ഏതൊക്കെ മെഷർമെൻറ്റുകൾ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രോക്ക് ചെയ്യാൻ ഇപ്പോൾ ഈ തയ്യലൊക്കെ പഠിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ പുതിയ തുണികളൊന്നും വാങ്ങരുത്. നമ്മളെ കയ്യിലുള്ള പഴയ തുണി വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കാം. എന്നിട്ട് നമ്മൾ പുതിയ തുണിയൊക്കെ വാങ്ങിയിട്ട്, നല്ല തുണിയൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ പഴയ ഒരു ചുരിദാർ ഒഴിവാക്കിയതുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, തുണി നിവർത്തിയിട്ടിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. മൊത്തത്തിൽ തുണിയൊന്ന് നിവർത്തി വെക്കാം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ രണ്ടെണ്ണാക്കി മടക്കി വെച്ചു. ഇപ്പോൾ കണ്ടാൽ ഇതിലൊരു ചെറിയൊരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലാതെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുള്ള പോലെ ചെയ്യാം. ഓക്കെ, പിന്നെ അതിനെ വീണ്ടും നമ്മൾ ഒന്നും കൂടെ മടക്കി കൊടുത്തു. അപ്പോൾ കണ്ടാൽ ഇതുപോലെ 4 പീസസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ രണ്ടാക്കി മടക്കി, എന്നിട്ട് വീണ്ടും അതിനെ മടക്കി കൊടുത്തു. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ഫ്രണ്ടിലേക്ക് വരുത്തണം. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വെച്ചാൽ മതി. ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് തിരിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് താഴ്വശം കട്ട് ചെയ്ത് മാറ്റണമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ വെച്ചു എന്നുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ആദ്യം മടക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയൊക്കെയാണ് അളവുകൾ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഷോൾഡർ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. ഇവിടെ ഷോൾഡർ മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കുക 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ പകുതി എത്രയാണ്? 3.5 ഇഞ്ച് അല്ലേ. അപ്പോൾ 3.5 ഇഞ്ച് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ആം ഹോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 4.5 ഇഞ്ച്. നമ്മളിവിടെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യൂഷ്വലി ചില ഫ്രോക്കുകളിലേക്ക് നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കുന്നത് അത്ര തന്നെയാണ് ആം ഹോൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അളവെടുത്തതാണല്ലോ, അപ്പോൾ ആ അളവിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 4.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡർ മെഷർമെൻറ്റ് കൊടുത്തു, ആം ഹോൾ കൊടുത്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 9.5 ഇഞ്ചാണ്. അപ്പോൾ 9.5 ഇഞ്ചിൻ്റെ പകുതിയാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 9.5 ഇഞ്ചിൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 4.25 ഇഞ്ച് വരും. ആ 4.25 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്, നമ്മൾ ഫ്രോക്കിൽ നിന്ന് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടല്ലോ, ഇതുപോലെ നമുക്കൊന്ന് ലൈനാക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഇനി ചെയ്യാനുള്ള കാര്യമാണ് നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതിക്ക് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ പകുതി കിട്ടും. അപ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 പോയിൻറ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ചിലരുടെ കയ്യിൽ ഈ ആമോൾ കർവിൻ്റെ സ്കെയിൽ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഇതില്ലാതെ കുഴപ്പമില്ല, ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് 2 പോയിൻറ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 15 ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ഇറക്കം. അപ്പോൾ ഇറക്കത്തിലേക്ക് 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1.5 ഇഞ്ച് കറക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16.5 ഇഞ്ച് വേണം. അപ്പോൾ കറക്റ്റ് ഇത് 16.5 ഇഞ്ച് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് മുഴുവനായിട്ട് എടുക്കാം. ഇനി താഴെ ഭാഗത്ത് നമുക്കിവിടെ വീതി മാർക്ക് ചെയ്യണമല്ലോ. എ ലൈനാണ്, നമുക്ക് എ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിലേക്ക് ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ടുള്ള അളവ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് 4.25ലേക്ക് 3 ഇഞ്ച് കൂട്ടുമ്പോൾ 7.25 വരും. അപ്പം 7.25 മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഈ ഒരു മുകളിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി താഴെ ഭാഗത്ത് ഇതുപോലെ 1 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ താഴ്വശം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെറിയതായിട്ടൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 3.25 ഇഞ്ചാണ്. അതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 1.8 വരും. അപ്പോൾ ഈ 1.8ൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.8ൽ നിന്ന് 1/2 ഇഞ്ച് കുറക്കുമ്പോൾ 1.3 കിട്ടും. അപ്പോൾ ഒരു 1.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 2.25 ഇഞ്ചാണ്. അപ്പം നമുക്കിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. അപ്പോൾ അതിന് നമുക്കിവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം.
അതായത് 2.25 അര ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 3.25 കിട്ടും. അപ്പോൾ 3.25 വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, കറക്റ്റ് 3.25 മാർക്ക് ചെയ്തിട്ട് അതിനൊരു സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നെക്കിന് ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ വരക്കാം. അതിനുശേഷം ബാക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് 2.25 ഇഞ്ചാണ്, 1.25 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് അര ഇഞ്ച് കൂട്ടിയിട്ട് 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനും ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിന് പറഞ്ഞിട്ട് സ്ലീപ്പിന് അത് മാത്രമല്ല, ഇവിടെ ഞാൻ ഷോൾഡർ സ്ലോപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൊരു ഫ്രോക്ക് മാത്രം, അധികം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിതിലൊന്നും പറയുന്നില്ല കേട്ടോ. ഒക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഷോൾഡർ സ്ലോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഓക്കെ, ഇനി നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാനിവിടെ ആമോളിൻ്റെ ഭാഗം കട്ട് ചെയ്തു, എന്നിട്ടിവിടെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റും. ഇനി നമുക്കിവിടെ താഴെ വശം കട്ട് ചെയ്ത് മാറ്റാം. സെപ്പറേറ്റ് ആക്കി എടുത്തു. എന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് റൗണ്ട് കട്ട് ചെയ്ത് കൊടുത്തു. നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ബാക്കിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയാണ് കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിൽ ചെറുതായിട്ടൊരു ഓപ്പൺ ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ കുട്ടികളുടെ തല ഉള്ളിലേക്ക് കയറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഇതുപോലൊരു ഓപ്പണിങ് കൊടുത്തു. അപ്പോൾ കണ്ടില്ല, ഇതാണ് നമ്മുടെ ബാക്ക് പീസ് വരുന്നത്. ബാക്ക് പീസിലെ ഓപ്പൺ വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു വർക്കും കൂടി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്രോസ് പീസ് വേണം. ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലെ നമ്മുടെ എക്സ്ട്രാ വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, ആ ബാക്കി സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ആ ഒരു പീസ്, അതിൽ നിന്ന് ഇതാ ഇതുപോലെ 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ക്രോസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കിനി വല്ലാതെ അങ്ങ് ക്രോസ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ 4 പീസസ് നമുക്കിവിടെ ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നെക്കിലും അതുപോലെ തന്നെ കയ്യിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യാതെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ബാക്കിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസിൻ്റെ ആവശ്യം കൂടിയുണ്ട്, ഒരു സ്ക്വയർ പീസിൻ്റെ ആവശ്യം കൂടിയുണ്ട്. കറക്റ്റായിട്ടത് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്തും ഞാൻ കാണിച്ചു തരാം. ഇത് ഏകദേശം 5.5 ഇഞ്ച് ഇറക്കേണ്ട, വീതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതാ ഈ ഒരു പീസിനെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 3 വശങ്ങൾ നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കണം. ആദ്യം ഒരു വശം ഞാൻ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ മടക്കുന്ന സമയത്ത് 2 തവണ മടക്കി കൊടുക്കണം കേട്ടോ. 2 തവണ മടക്കി കഴിഞ്ഞിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു വശം ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ വശം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനും നമുക്കിതുപോലെ ആദ്യം ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക്, അങ്ങനെ 2 മടക്ക് മടക്കിയിട്ട് ഇവിടെ നമുക്കൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി മറ്റേ സൈഡിലും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല, ഏതായാലും വീണ്ടും നല്ല ലെങ്ത്ത് ഉണ്ടാകും. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരുമിച്ച് നമ്മൾ കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നമ്മളിപ്പോൾ ഇത് 3 സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മുകൾ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ 2ആക്കി മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കതിൻ്റെ സെൻറ്റർ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. കണ്ടല്ലോ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് പീസിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ 2 ഇഞ്ച് ഒരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബാക്കിൽ ഹൂക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ കണ്ടോ, ഇതുപോലെ നമ്മൾ 2 ഇഞ്ച് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പക്ഷേ നിങ്ങൾക്കത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസിലും കൂടി നമുക്ക് അതേപോലെ ആ 2 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിത് അവിടെ കറക്റ്റ് ഈ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് താഴത്തേക്ക് 2 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്താ ഈ ഒരു പീസിലും അതുപോലെ തന്നെ മുകളിൽ നിന്ന് വെക്കുക, 2 ഇഞ്ചിലേക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പീസിനെ നമ്മുടെ ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടില്ല, ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കട്ടിട്ട് കൊടുത്തു. ഇനി നമ്മുടെ ബാക്ക് പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു പീസിനെ നമ്മൾ വെച്ചിട്ട് കറക്റ്റ് ഈ ഒരു ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൽ കൂടുതൽ എടുക്കരുത്, ഒരു 1/4 ഇഞ്ച് വീതിയിൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ചിങ് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം.
ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് വരെ, നമ്മളിവിടെ വരെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ആ പോയിൻ്റ് വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ മറ്റേ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു കട്ടും കൂടി കൊടുക്കണം കേട്ടോ, എന്നാലേ മാത്രമേ കറക്റ്റ് നമ്മൾ ആ തുണി ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടത് കിട്ടുള്ളൂ. ഇനി ഈ ഒരു പീസിനെ നമ്മൾ ബാക്ക് വശത്തേക്ക് ഇതുപോലെ അങ്ങ് മറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് വശം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡൗട്ട് സെക്ഷനിലെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരും. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കണം. ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശം മുകളിൽ വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ടുള്ളത്, അതായത് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. ഇനി അടുത്ത സ്റ്റിച്ച് ഇതേപോലെ അടുത്ത ഷോൾഡറിലേക്ക് കൊടുക്കുക. ഈ ഒരു തവണയും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 തവണ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തുണിക്ക് ഉറപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിതാ 2 ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് മറിച്ചെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നെക്കിലും അതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു കയ്യിൽ ഞാൻ കാണിക്കാം, ഒന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ, ഇതാണ് നമ്മുടെ ക്രോസ് പീസ്. അപ്പോൾ ക്രോസ് പീസ് ഇതാ തുണിയുടെ ആം ഹോളിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കറക്റ്റായിട്ട് ഈ ക്രോസ് പീസ് ആ ഒരു ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ 2 പീസുകൾ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടുള്ള ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വീതിക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് 1/4 ഇഞ്ച് വീതി തുടക്കത്തിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം ഒരു 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ക്രോസ് പീസ് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. എങ്ങനെയാണ് ഉള്ളത് വെച്ചാൽ അതുപോലെ മെല്ലെ മെല്ലെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു സൈഡിലായിട്ട് നമുക്കിങ്ങനെ കട്ടിട്ട് കൊടുക്കണം, എന്നാൽ മാത്രം നമ്മൾ ആ ക്രോസ് പീസ് മറിക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടല്ലോ, ഇനി ഈ ക്രോസ് പീസിനെ നമ്മൾ ഇതുപോലെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കാം. എന്നിട്ട് ആദ്യം ഈ ഒരു നമ്മൾ തയ്യൽ തുമ്പി ക്രോസ് പീസിനോട് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് ആദ്യം ഈ ക്രോസ് പീസ് തയ്യൽ തുമ്പിലേക്ക് ഇതുപോലെ മറിച്ച് വെക്കുക. എന്നിട്ട് ഒരു തവണയും കൂടി ഇതുപോലെ വെക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മടക്കി പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു വശത്ത് നിന്ന് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ക്രോസ് പീസ് മടക്കി തയ്യൽ തുമ്പിനോട് ചേർത്ത് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് ഇതുപോലെ നീറ്റായിട്ട് ഫിനിഷിങ്ങിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഒരിക്കലും ക്രോസ് പീസ് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നീറ്റ്നെസ് അതിന് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ ചുളിവുകൾ വരും. അപ്പോൾ ആ ചുളിവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ മെല്ലെ സാവധാനം കറക്റ്റ് അതേ ഒരു ഷേപ്പിൽ തന്നെ നമ്മുടെ ആമോളിൻ്റെ അതേ ഷേപ്പിൽ പിടിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ല, ഒരു ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ആമോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്ക് കണ്ടല്ലോ, നമുക്ക് ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള ക്രോസ് പീസ് തന്നെ വേണം. നമ്മളെ കയ്യിലുള്ള ക്രോസ് പീസ് ഇതുപോലെ 2 പീസസാണ്. അപ്പോൾ ഇത് നമുക്ക് തികയില്ല. ചെറിയൊരു പീസ് അതിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തികയത്തില്ല. വലിയൊരു പീസ് തന്നെ വേണം. അപ്പോൾ എങ്ങനെയാണ് 2 ക്രോസ് പീസുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യുക, ഈ 2 ക്രോസ് പീസുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ചില ആൾക്കാർ എളുപ്പത്തിന് ഇതുപോലെ അങ്ങ് വെക്കും. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് കൊടുത്തിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെയല്ല ക്രോസ് പീസ് ജോയിൻ ചെയ്യേണ്ടത്. ഇതുപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്രോസ് പീസ് താഴെ ഒന്ന് വിലങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതുപോലെ നമുക്ക് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്കിവിടെ സ്റ്റിച്ചിങ് കൊടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ കറക്റ്റ് ആ ക്രോസ് പീസിൻ്റെ ക്രോസ് ആയിട്ടുള്ള വേണ്ടത്. അപ്പോൾ ആ ഒരു ക്രോസ്നെസ് നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ കറക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിലാണ് വെച്ചാൽ ആ ഷേപ്പിലേക്ക് നമുക്ക് ക്രോസ് പീസിനെ വളച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ കിടക്കുന്ന ഈ എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷൻ നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത്രയും വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്കിവിടെ വേണ്ട. ചെറുതായിട്ടൊരു തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ആ ഒരു നീറ്റ്നെസ് നമ്മളുടെ സ്റ്റിച്ചിങ്ങിൽ കാണുള്ളൂ. ഇനി നമുക്ക് നെക്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഞാൻ ആദ്യം ഈ നെക്കൊന്ന് ഇതുപോലെ നിവർത്തി വെച്ച് കാണിക്കാം.
ഓക്കെ, നമുക്ക് ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആ ബാക്കിൽ വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഈ ക്രോസ് പീസിൻ്റെ തയ്യൽ തുമ്പ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഈ ഒരു നെക്കിൽ നിന്ന് എക്സ്ട്രാ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് ഇവിടെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സാവധാനം മെല്ലെ മെല്ലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ക്രോസ് പീസ് ഒരിക്കലും വലിച്ചു പിടിക്കരുത്. കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പിൽ മാത്രം വെച്ചിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. നെക്കിൻ്റെ അതേ ഷേപ്പിലേക്ക് നമുക്ക് ഇതുപോലെ തിരിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ മുമ്പത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സുകളിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ വീഡിയോസും അതിൽ അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് സൈഡിലെത്തുന്ന സമയത്ത് നമ്മൾ നെക്കിൻ്റെ ഏറ്റവും എൻഡിലെത്തുന്ന സമയത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ വെച്ചിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മുടെ ക്രോസ് പീസിൻ്റെ ബാക്കി ഭാഗം ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്കിത് ഇവിടെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ആമോളുടെ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് ഫുൾ റൗണ്ട് നമുക്ക് ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ക്രോസ് പീസിൽ പോയി കട്ട് ചെയ്യരുത്. ഇനി നമ്മുടെ നെക്കിൻ്റെ ഭാഗം നമുക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഈ ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ആദ്യം ക്രോസ് പീസ് ആദ്യം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ക്രോസ് പീസിൻ്റെ മുകൾ വശം വീണ്ടും ഒന്ന് മടക്കി ഒന്നും കൂടെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒന്നും കൂടി കാണിക്കാം. ആദ്യം നമ്മുടെ എക്സ്ട്രാ വരുന്ന ഈ ക്രോസ് പീസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ തയ്യൽ തുമ്പിൻ്റെ മുകളിലേക്ക് ക്രോസ് പീസിനെ മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുക. ഇനി നമുക്കിതുപോലെ കംപ്ലീറ്റ് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആമോൾ ചെയ്തല്ലോ, ആമോൾ ചെയ്ത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്യേണ്ടത്. തുടക്കത്തിന് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് വെച്ചാൽ ബുദ്ധിമുട്ടല്ല, എക്സ്ട്രാ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ക്രോസ് പീസിനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസിനെ പിന്നെ നെക്കിൻ്റെക്ക് മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ ആമോളിൻ്റെ ഭാഗം ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി ഈ നെക്കിൻ്റെ ലാസ്റ്റ് എൻഡിലെത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ക്രോസ് പീസിൻ്റെ ഇതുപോലെ മടക്കി കൊടുക്കുക, ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഹൂക്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഹൂക്സ് വെക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അങ്ങനെ അതുകൊണ്ട് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോകും. ഇനി നമുക്ക് സൈഡ് വശം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 1 ഇഞ്ചിൽ തന്നെ നമ്മളിവിടെ സൈഡ് വശം കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഒരു സൈഡും ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുക, രണ്ടാമത്തെ സൈഡ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് 2 സൈഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം മടക്കി തയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം. ചില ആൾക്കാർക്ക് ഈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ ഒരു ഭാഗം ആദ്യം ഒന്ന് ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ ഒറ്റ മടക്കിയാൽ മതി. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതുപോലെ വലിച്ചു പിടിക്കരുത്. കറക്റ്റ് ഇതുപോലെ മെല്ലെ മെല്ലെ മടക്കി കൊടുക്കുക. 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് നീറ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ഭാഗം നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അവിടെ ചുളിവ് വരും. ചുളിവ് വന്നു കഴിഞ്ഞാൽ ആ വൃത്തി പോവുകയും ചെയ്യും. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കുട്ടിയുടെ സൗണ്ട് അല്ലാതെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ എഡിറ്റിംഗ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആളൊപ്പം വെച്ചിട്ട് ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എൻ്റെ വോയിസ് ക്ലിയർ ആവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു തവണ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ ഒറ്റ മടക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒന്നും കൂടെ നമുക്കിതുപോലെ മടക്കിയിട്ട് ഒരു തവണ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്കിത് കുഴപ്പമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ 2 തവണ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ആദ്യം ഒരു തവണ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ തവണ ഒന്നും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഹൂക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹൂക്ക് വെക്കുന്ന വീഡിയോ നമ്മളിതിൽ ചെയ്യുന്നില്ല.
ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം, ഇല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഏതാ വെച്ചാൽ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അതുപോലെ അളവുകളൊക്കെ നോക്കി നിങ്ങൾ പഠിച്ചിട്ട് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയാം. നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ, നന്നായിട്ട് വന്നോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. താങ്ക്